നമസ്തേ. ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാനക്കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അധ്യായം 7 വിഷ്ണുമായ ഭഗവാന്റെ അത്ഭുത കാണിക്ക എന്ന ഭാഗത്തിന്റെ തുടർഭാഗം 68-ാം ദിനത്തിൽ കേൾക്കുക. കാലങ്ങൾ കഴിയും തോറും പട്ടേരി തമ്പുരാന്റെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വന്നു. പ്രകൃതിക്ക് പോലും ജീവിത വിരക്തി അനുഭവപ്പെട്ടു. മഴ പെയ്യാതെയായ കാലം കോപിച്ചു. കൃഷിയിടങ്ങളെല്ലാം വറ്റിവരണ്ടു. ധാരാളം കൃഷികൾ നശിച്ചു തുടങ്ങി. പട്ടേരി തമ്പുരാനും ഇതെല്ലാം കണ്ട് അല്പമൊന്ന് വിഷമിച്ചു പോയി. പട്ടേരി ഭഗവാൻ പരമേശ്വരനോട് അപേക്ഷിച്ചു, അടിയനെ കാത്തുകൊള്ളണേ. എന്താണ് പ്രകൃതി ഇത്രമാത്രം കോപിച്ചിരിക്കുന്നത്? ഞാൻ ഇതുവരെയും പ്രകൃതിക്ഷോഭം കണ്ടിട്ടില്ല. ദയവായി ഞങ്ങളെയെല്ലാം കാത്തുകൊള്ളണേ. പട്ടേരിയുടെ ഭാര്യയായ ലക്ഷ്മിയമ്മ നല്ലൊരു സ്ത്രീ ആയിരുന്നു. അതിനാലായിരിക്കാം പട്ടേരിക്ക് ഇത്രയും ആയുസ് നീട്ടി കിട്ടിയിരിക്കുന്നത്. പട്ടേരിയുടെ പണിയാളന്മാർക്ക് പട്ടേരിയുടെ വിളനിലങ്ങൾ ചക്രം ചവിട്ടി നനയ്ക്കാൻ കഴിഞ്ഞില്ല. അത്യത്ഭുതമെന്ന് പറയട്ടെ, മാണിക്യൻ താമസിക്കുന്ന പറമ്പിൽ അതിമനോഹരമായ ഒരു കുളമുണ്ട്. അതിൽ നിറയെ വെള്ളവും അതിൽ ചക്രം വെച്ച് ചവിട്ടിയാൽ ധാരാളം വെള്ളം നിലങ്ങളിലേക്ക് നിറയ്ക്കാൻ കഴിയുമെന്ന് മാണിക്യൻ തമ്പുരാനോട് പറഞ്ഞു. അതിനുവേണ്ട വ്യവസ്ഥകൾ ചെയ്യാനായി തമ്പുരാൻ ഭൃത്യന്മാരോട് ആജ്ഞാപിച്ചു. ആ കുളത്തിൽ ചക്രങ്ങൾ വെച്ചെങ്കിലും വിചാരിച്ച പ്രയോജനമൊന്നും ഉണ്ടായില്ല. പണിയാളന്മാർ ചക്രങ്ങൾ ചവിട്ടിയിട്ടും ആവശ്യമുള്ള വെള്ളം കൃഷിയിടങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ തമ്പുരാൻ അതീവ കോപിഷ്ഠനായി ചക്രം ചവിട്ടാനിരുന്ന പണിയാളന്മാരെയെല്ലാം ചാട്ടവാറുകൊണ്ട് അടിച്ചു. ആ പാവങ്ങൾ വേദന കൊണ്ട് പുളഞ്ഞു. ഇത് കണ്ട വിഷ്ണുമായ ഭഗവാന്റെ അത്യധികം വിഷമിച്ചു. തൻ്റെ സഹോദരനായ കരിങ്കുട്ടി സ്വാമിയെയും ചാത്തന്മാരെയും തൻ്റെ അരികിലേക്ക് വിളിച്ചു പറഞ്ഞു, ജ്യേഷ്ഠ, അവിടുന്ന് ചാത്തന്മാരും ചേർന്ന് ദേവഭൂമിയിൽ ചെന്ന് പുഞ്ചനല്ലൂർ ഇല്ലത്ത് പോയി പട്ടേരി തമ്പുരാനെ സഹായിക്കണം. അവിടുത്തെ കൃഷിയിടങ്ങളെല്ലാം വറ്റിവരണ്ട് കിടക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള നേദ്യങ്ങൾ പുഞ്ചനല്ലൂർ ഇല്ലത്തുനിന്ന് തന്നെ ആയിരിക്കും. ഉണ്ണിമായുടെ ആവശ്യം നിറവേറ്റേണ്ടത് തൻ്റെ കൂടി ആവശ്യമാണ്. അതിനാൽ ചാത്തന്മാരെയെല്ലാം കൂട്ടി ഉടൻ തന്നെ പുറപ്പെടണം. അങ്ങനെ ചാത്തന്മാരെയും കൂട്ടി കരിങ്കുട്ടി സ്വാമി പുഞ്ചനല്ലൂർ ഇല്ലത്തേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്നെത്തിയ കരിങ്കുട്ടിയും ചാത്തന്മാരും തമ്പുരാനെ മുഖം കാണിക്കാൻ പുഞ്ചനല്ലൂർ ഇല്ലത്തിന്റെ പൂമുഖ വാതിൽക്കൽ കാത്തുനിന്നു. തമ്പുരാൻ പുറത്തേക്ക് വരുവാൻ ഒരുപാട് സമയമെടുത്തു. ക്ഷിപ്രകോപിയായ കരിങ്കുട്ടി സ്വാമിക്ക് വളരെയധികം ദേഷ്യം വന്നെങ്കിലും മായയുടെ ആവശ്യമല്ലേ എന്ന് കരുതി ക്ഷമിച്ച് തമ്പുരാനെ കാത്തുനിന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് നാളെ കേൾക്കുക.